നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഷിയ ഇസ്ലാമിലെ ഒരു അടിസ്ഥാന വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വാദമാണ്. ഒരു വശത്ത് ഖുറാനും പ്രവാചകന്റെ കുടുംബവും നമ്മളെ നേർവഴിച്ച് നയിക്കാൻ മതിയെന്ന് പറയുന്നു. മറുവശത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഒരു രക്ഷകനു വേണ്ടി കാത്തിരിക്കുന്നു. ഇതെങ്ങനെ ശരിയാകും? അഹമ്മദി സമാധാനത്തിന്റെയും പ്രകാശത്തിന്റെ മതത്തിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഹദീസ് അൽ സഖ്ലൈൻ, അല്ലെങ്കിൽ രണ്ട് ഭാരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഹദീസ്. ഇത് ഷിയ വിശ്വാസത്തിന്റെ ഒരു ആണിക്കല്ല് തന്നെയാണ്. ഇതിലെ വാഗ്ദാനം വളരെ സിമ്പിളാണ്, പക്ഷെ അത്രത്തോളം തന്നെ ശക്തവുമാണ്. ഖുറാനിലും പ്രവാചകന്റെ കുടുംബത്തിലും മുറുകെ പിടിച്ചാൽ മതി, നിങ്ങൾ വഴിതെറ്റിപ്പോകില്ല. അത്ര ഉറപ്പാണ് ആ വാഗ്ദാനം. പക്ഷേ അവിടെയാണ് ഒരു വലിയ പക്ഷെ വരുന്നത്. നമ്മൾ പരിശോധിക്കുന്ന ഈ വാദം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഏകദേശം 20 കോടിയോളം ഷിയ മുസ്ലിങ്ങൾ, അവരെല്ലാം ഇന്നും അവരുടെ അവസാനത്തെ ഇമാമായ മഹ്ദിക്കായി കാത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരൂല്ലേ, വഴിതെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണീ കാത്തിരിപ്പ്? അതുതന്നെയാണ് ഈ വാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സംരക്ഷിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എവിടെയോ എന്തോ ഒന്ന് പിഴച്ചില്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു സമൂഹം ഇപ്പോഴും ഒരു രക്ഷകനെ കാത്തിരിക്കുന്നത്? ഈ ഒരു വിരോധാഭാസത്തിനാണ് ഈ കാഴ്ചപ്പാട് ഒരു വിശദീകരണം നൽകാൻ ശ്രമിക്കുന്നത്. അപ്പോ അവരുടെ വാദം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. അവര് തുടങ്ങുന്നത് തന്നെ ഒരു പ്രവചനത്തിൽ നിന്നാണ്. അവർ പറയുന്നത് ഈ ഒരു പ്രവചനം ഇസ്ലാമിക ചരിത്രത്തിന്റെ ഗതി തന്നെ നിർണയിച്ചു എന്നാണ്. അതായത് ഈ പ്രവചനം ഒരു വെറും മുന്നറിയിപ്പല്ല, മറിച്ച് ഒരു ബ്ലൂപ്രിന്റ് ആയിരുന്നു എന്നാണ് ഈ വാദം. സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്ന ഒരു സൂചന. ജൂതമതത്തിലും ക്രിസ്തുമതത്തിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായോ, ഗ്രന്ഥങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ വന്നോ, അതെല്ലാം ഇസ്ലാമിക സമൂഹത്തിലും ആവർത്തിക്കുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞു എന്നാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഖുറാന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കാം എന്നതിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്. നോക്കൂ, ഈ സമാന്തരങ്ങൾ എത്രത്തോളം ശക്തമാണെന്നാണ് അവർ പറയുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളും, അത് ബൈബിളായാലും ഖുറാനായാലും, അത് ദൈവികമായി സംരക്ഷിക്കപ്പെട്ടതാണെന്ന് സ്വയം പറയുന്നു. അതുപോലെ യേശു പഴയ നിയമങ്ങൾക്കെതിരെ സംസാരിച്ചു എന്ന് ആരോപിക്കപ്പെട്ടതുപോലെ തന്നെ ഇമാം മഹ്ദി ഒരു പുതിയ ഗ്രന്ഥം കൊണ്ടുവരുമെന്ന് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണ്, ഈ പാറ്റേൺ വീണ്ടും സംഭവിക്കുകയാണ് എന്നാണ് ഈ വാദത്തിന്റെ കാതൽ. ശരി, ഇനിയാണ് നമ്മൾ ഈ വാദത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് കടക്കുന്നത്. ആ പ്രവചനം എങ്ങനെയാണ് സത്യമായത്? ഖുറാന്റെ ഭൗതിക രൂപത്തിന് എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത്? അതിന് തെളിവായി അവർ നിരത്തുന്ന 3 ചരിത്ര സംഭവങ്ങളുണ്ട്. നമുക്കത് നോക്കാം. ഈ ടൈം ലൈൻ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് അവരുടെ വാദങ്ങളെ ശരിക്കും ഉറപ്പിക്കുന്നു. പ്രവാചകന്റെ മരണശേഷം വെളിപാടിന്റെ ഭാഗങ്ങൾ എഴുതിയ ഒരു കടലാസ് ആട് തിന്നുപോയി എന്നു പറയുന്ന ഒരു സംഭവം. പിന്നീട് അലി തയ്യാറാക്കിയ ഖുറാൻ പതിപ്പ് അന്നത്തെ ഭരണാധികാരികൾ തള്ളിക്കളയുന്നു. അവസാനം ഖലീഫ ഉസ്മാന്റെ കാലത്ത് പലതരം ഖുറാൻ പതിപ്പുകൾ ഒഴിവാക്കി ഒരൊറ്റ പതിപ്പുണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ളവയെല്ലാം കത്തിച്ചു കളയുന്നു. അപ്പോ ഇതെല്ലാം കൂടിച്ചേർന്നപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഭൗതിക ഗ്രന്ഥം അപൂർണവും മാറ്റങ്ങൾ വന്നതുമാണെന്നാണ് അവരുടെ വാദം. അപ്പോ ഒരു മിനിറ്റ് ചിന്തിച്ചു നോക്കൂ. ഈ വാദമനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്താണ് പരിഹാരം? എവിടെയാണ് യഥാർത്ഥ മാർഗനിർദ്ദേശം? അവിടെയാണ് അവർ ആദ്യത്തെ ഹദീസിലേക്ക് 2 ഭാരമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുപോകുന്നത്. അതിനെ നമ്മൾ പുതിയൊരു രീതിയിൽ മനസ്സിലാക്കണമെന്നാണ് അവർ പറയുന്നത്. അവരുടെ വാദം ഇങ്ങനെയാണ്. ഖുറാൻ തന്നെ ഒരു ടെസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലേ? ദൈവത്തിൽ നിന്നാണെങ്കിൽ ഒരു വൈരുദ്ധ്യവും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇന്ന് അമുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല, ഖുറാന്റെ തന്നെ പല അച്ചടിച്ച പതിപ്പുകൾക്കിടയിലും വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിലവിലുള്ള ഈ ഭൗതിക ഗ്രന്ഥം ഖുറാൻ മുന്നോട്ടുവെച്ച ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നു എന്നാണ് ഈ കാഴ്ചപ്പാട് പറയുന്നത്. അപ്പോ പുസ്തകത്തിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ആ സമ്പൂർണമായ വെളിപാട്? അതിനുള്ള ഉത്തരമായിട്ടാണ് അവർ ഖുർആനിലെ ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നാം ഒരു വ്യക്തനായ ഇമാമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതായത് കേടുപാടുകൾ സംഭവിക്കാത്ത പൂർണ്ണമായ ആ ദൈവിക ജ്ഞാനം ഒരു പുസ്തകത്തിലല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ, ആ വ്യക്തനായ ഇമാമിലാണ് ഉള്ളത്. അപ്പൊ ഇതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരം. ഖുറാനിന് 2 രൂപങ്ങളുണ്ട്. ഒന്ന്, പുസ്തകരൂപത്തിലുള്ള നിശബ്ദനായ ഇമാം, അത് അപൂർണമായിരിക്കാം. എന്നാൽ രണ്ടാമത്തേത് ജീവിക്കുന്ന, സംസാരിക്കുന്ന, നടക്കുന്ന, സംസാരിക്കുന്ന ഇമാം. അദ്ദേഹത്തിലാണ് യഥാർത്ഥവും സമ്പൂർണവുമായ വെളിപാടുള്ളത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ആദ്യത്തെ ഹദീസ് ഓർമ്മയില്ലേ? ഗ്രന്ഥവും പ്രവാചക കുടുംബവും ഒരിക്കലും വേർപിരിയില്ല എന്ന വാഗ്ദാനം.
അത് ഇങ്ങനെയാണ് പൂർത്തിയാകുന്നത് എന്നാണവർ പറയുന്നത്. കാരണം യഥാർത്ഥ ഗ്രന്ഥം ആ കുടുംബത്തിലെ വ്യക്തിയിൽ തന്നെയാണ്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ വാദം നമ്മൾ ചിന്തിക്കുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കുകയാണ്. ഇത് വിശ്വാസികളുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ കുറച്ച് പ്രയാസമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വെക്കുകയാണ്. ചോദ്യം ഇതാണ്: നമ്മൾ എന്തിനെയാണ് ആശ്രയിക്കേണ്ടത്? പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്ന ഒരുപക്ഷെ അപൂർണമായേക്കാവുന്ന ഒരു പുസ്തകത്തെയോ, അതോ സമ്പൂർണമായ സത്യം കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്ന ആ വ്യക്തനായ ഇമാമിനെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണമോ? ഈ ഒരൊറ്റ ചോദ്യം അന്ത്യകാലത്ത് എങ്ങനെ മാർഗനിർദ്ദേശം കണ്ടെത്തണം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും ശരിക്കും വെല്ലുവിളിക്കുന്നുണ്ട്.